ഹലോ ഫ്രണ്ട്സ്, PC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ സെറ്റിൻ്റെ റാപ്പിഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് മുതൽ നമ്മളൊരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് കൊണ്ടുവന്നത്. അതായത് സെറ്റിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പം നമുക്ക് രണ്ട് ലിസ്റ്റാണ് തന്നിരിക്കുന്നത്, ഇത് മാച്ച് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് എന്താ, മഹാത്മാഗാന്ധിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്: പ്രാഗ്മാറ്റിസം, പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്, നെയ്താലിം, ഗീതാഞ്ജലി. ഓക്കെ, ഇവിടെ മഹാത്മാഗാന്ധിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്? യെസ്, അത് നെയ്താലിമാണ്. ഏതാണ്? നെയ്താലിം അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വാർധ സ്കീം, ഇതൊക്കെ ആരായിട്ട് റിലേറ്റഡ് ആണ്? അത് മഹാത്മാഗാന്ധിയായിട്ട് റിലേറ്റഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ രവീന്ദ്രനാഥ ടാഗോർ. സോ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ സെറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഏതാണ് പറഞ്ഞേ? യെസ്, അത് ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലിക്ക് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ ലഭിച്ചു അല്ലേ? ആ ഇയറും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇയർ ഓർമ്മയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അടുത്തതാരാ? പൗലോ ഫെറയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പൗലോ ഫെറയുടെ ഫേമസ് വർക്കാണ് പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? യെസ്, അത് പൗലോ ഫെറയാണ്. അപ്പോൾ പൗലോ ഫെറെ, പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദെൻ ജോൺ ഡൂയി. ഇനി ആകെ ഒരെണ്ണേ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ ജോൺ ഡൂയി ഏതാണ്? പ്രാഗ്മാറ്റിസം. അത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ജോൺ ഡൂയി പ്രാഗ്മാറ്റിസം, അതുപോലെ തന്നെ പ്രോജക്റ്റ് മെത്തേഡ്, അതുപോലെ എന്താ ലേണിംഗ് ബൈ ഡൂയിങ്, ഇതൊക്കെ ആരുമായിട്ട് റിലേറ്റഡ് ആണ്? യെസ്, അത് ജോൺ ഡൂയി ആയിട്ട് റിലേറ്റഡ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. സോ പറഞ്ഞേ, മഹാത്മാഗാന്ധി, നെയ്താലിം, രവീന്ദ്രനാഥ ടാഗോർ, ഗീതാഞ്ജലി, പൗലോ ഫെറെ, പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്, ജോൺ ഡൂയി, പ്രാഗ്മാറ്റിസം. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇത് സെറ്റിൻ്റെ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഡാമുകളും അത് ലൊക്കേറ്റ് ചെയ്യുന്ന റിവറുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ്, സർദാർ സരോവർ ഡാം ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് നർമ്മദ റിവറിലാണ്. എവിടെയാണ്? നർമ്മദ റിവറിലാണ്. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സർദാർ സരോവർ ഇതിനൊപ്പം തന്നെ നമ്മൾ പഠിച്ചു പോവാം. ഓക്കെ, സർദാർ സരോവർ എവിടെയാണ്? നർമ്മദ. സർദാർ നർമ്മദ, ഒരു മാച്ച് ഉണ്ട് അല്ലേ? സർദാർ നർമ്മദ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ബക്രാനങ്കൽ ഡാം സത്ലജ് റിവർ, അതും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ബക്രാനങ്കൽ എവിടെയാണ്? അത് സത്ലജിലാണ്. ക്ലിയർ അല്ലേ? ദെൻ തുംഗഭദ്ര സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ റിവറിലാണ്. എവിടെയാണ്? കൃഷ്ണ റിവർ. ഇനി അടുത്തത് ഏതാ? ഇടുക്കി ഡാം അല്ലേ? ഇടുക്കി ഡാം എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് അല്ലേ? ഇടുക്കി ഡാം പറമ്പിക്കുളം റിവറാണ് കൊടുത്തിട്ടുള്ളത്. പറമ്പിക്കുളമാണോ ഇടുക്കി ഡാം? നോ, ഇടുക്കി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെരിയാർ റിവറാണ്. പെരിയാർ നദിയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി. ഏതാണ്? പെരിയാറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. ഇനി പറമ്പിക്കുളമാണെങ്കിലോ? പറമ്പിക്കുളം എവിടെയാണ്? അത് പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ പറമ്പിക്കുളം റിവറിലല്ല, ഇടുക്കി ഡാം എവിടെയാണ്? അത് പെരിയാർ റിവറാണ്.